ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥിക്കൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിൽ ചേരുന്നു. രഞ്ജിൽ, 16 വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകളാണ് പോലീസ് വീണ്ടും പരിശോധിക്കുന്നത്. എങ്ങനെയാണ് പരിശോധന അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? വൃന്ദ, ഈ ഒരു സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയാണ് ഇന്ന് പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തുക. ഈ ഒരു തെളിവെടുപ്പ് കേസിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ഈ ഒരു ജൈനമ്മയുടേത് ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു തെളിവെടുപ്പിന് ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും, അതായത് ജൈനമ്മയുടെ കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ചും ബിന്ദുവിന്റെ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ളത് അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പിനെത്തും. ഈ ഒരു തെളിവെടുപ്പ് ഏറ്റവും നിർണായകമാണ് എന്ന് പറയുന്നതിന് കാരണം, ഈ ഒരു പള്ളിപ്പുറത്തെ വീട് എന്ന് പറയുന്നത് 2 ഏക്കറോളം വരുന്ന ഒരു ഭൂമിയാണ്. ഈ ഒരു ഭൂമിയിൽ നിരവധി ചതുപ്പ് നിലയങ്ങളും അതുപോലെ തന്നെ ചെറുതും വലുതുമായ നിരവധി കുളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീടിനുള്ളിൽ പുതുതായി നിർമ്മിച്ച ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു മുറിയുണ്ട്. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് ഒക്കെ തന്നെ പൊളിച്ച് നീക്കി അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലൊക്കെ പരിശോധന നടത്തും. അതെല്ലാം തന്നെ ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാം, 16 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള തിരോധാനങ്ങളാണ് ഇന്ന് അന്വേഷിക്കുക. ഇതിൽ ജൈനമ്മയുടേതും അതുപോലെ തന്നെ 2006 കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 കാണാതായ ഐഷ, 2020 കാണാതായ സിന്ധു, 2024 കാണാതായ ജൈനമ്മ എന്നീ 4 സ്ത്രീകളുടെ തിരോധനമാണ് മെയിനായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൽ ആദ്യം ഈ ഒരു 2006 കാണാതായ ബിന്ദു പത്മനാഭൻ്റേതാണ് ആദ്യത്തെ കേസ്. ഏറ്റവും അവസാനത്തേത് ജൈനമ്മയുടേതാണ്. 2024 ജൈനമ്മയുടെ തിരോധാനം ഉണ്ടാകുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു കേസ് നടക്കുമ്പോൾ അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്, ഇത്തരത്തിൽ ഇയാളുടെ ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുമായി അടുത്തതിന് ശേഷം അവരുടെ പണം കൈക്കലാക്കാൻ വേണ്ടി അവരെ അപായപ്പെടുത്തിയിരിക്കാം എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോലീസ് നോക്കുന്നുണ്ട്. ഈ ഒരു സെബാസ്റ്റ്യന് ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുമായി അടുത്തതിന് ശേഷം അവരുടെ പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കുന്നതിന് വേണ്ടി അവരെ അഭയപ്പെടുത്തിയിരിക്കാം എന്ന ഒരു കാരണം ഇതിൽ പോലീസ് എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ പോലീസ് നോക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു സിന്ധുവിന്റെ തിരോധാനത്തിൽ എടുത്തു പറയേണ്ട കാര്യം, സിന്ധുവിനെ കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് സിന്ധുവിൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹമുണ്ടായിരുന്നു. അതായത് ഈ ഒരു കല്യാണത്തിന് 2 ദിവസത്തിന് മുമ്പാണ് ഈ ഒരു സിന്ധുവിനെ കാണാതാവുന്നത്. അതിൻ്റെ ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയുന്നുണ്ട്. കാരണം കല്യാണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണാഭരണങ്ങൾ അപായപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് സിന്ധുവിനെ അപായപ്പെടുത്തിയതെന്ന ഒരു സൂചന അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു തെളിവെടുപ്പ് ഏറ്റവും നിർണായകമാണ്. സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമായിരിക്കും കേസിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരിക. ഈ ഒരു 4 സ്ത്രീകളുടെ ഉൾപ്പെടെ 2016 ശേഷമുള്ള അല്ലെങ്കിൽ 16 വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 16 വർഷങ്ങൾക്കുള്ളിലുള്ള സ്ത്രീകളുടെ തിരോധാനത്തിൽ ഈ ഒരു തിരോധാനമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ഒരു 4 സ്ത്രീകളുടെ തിരോധാനമാണ് ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധു മുതൽ ജൈനമ്മ വരെയുള്ള തിരോധാനമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസിൽ ആദ്യം പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ഈ ഒരു അസ്ഥികൂടം കണ്ടെത്തിയ സമയത്താണ് ജൈനമ്മയുടെ തിരോധാന കേസ് ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കേസ് കൊലപാതകമാണ് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ആ ഒരു കേസിലെ കൂടുതൽ തെളിവെടുപ്പിന് ശേഷമായിരിക്കും ബാക്കി കേസുകളിലേക്ക് കൂടി കടക്കുക. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പ് ഏറെ നിർണായകമാണ്. വൃന്ദ, ശരി, വ്യക്തമാണ്. രഞ്ജിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.